അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേമിയയുടെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ്. ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, സോയാബീനും ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കടുക്, അങ്ങനത്തെ സവോള അതൊക്കെ വേണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്തെടുക്കുന്ന സേമിയക്ക് അതേപോലെ റവ ആയാലും ഒക്കെ ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ വീട്ടിൽ വറുത്തെടുക്കണം തന്നെയാണ്. അപ്പോൾ ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറുത്ത് കോരിയാൽ മതി, കരിയാതെ നിൽക്കണം. അപ്പോൾ ഞാൻ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലിടുന്നത് അങ്ങനെ വറുത്തതാണിത്. വറുത്ത് ഇനി വേറെ പാത്രത്തേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ കരിഞ്ഞു പോവും. അപ്പം ഇനി ഇതിക്കാനൊരു 1.5 സവാള, ഒരു ക്യാരറ്റ്, ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആ മുട്ട ഉണ്ടല്ലോ, ആ മുട്ട പൊരിച്ച് കോരിയെടുക്കണം. ആദ്യം ഒന്ന് ചില്ലിയാക്കി എടുക്കുകയാണ്. അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 മുട്ടയാണ് ഒഴിക്കണത്. 2 മുട്ട ഒഴിച്ചു കൊടുത്തു, അത് മതിയാകും. 3 എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ അതിൻ്റെ മേലെ വെതറി കൊടുക്കുക. അങ്ങനെ കൈ കൊണ്ടാട്ടിയിട്ട് ഇങ്ങനെ വെതറിയിട്ടുണ്ട് ഇളക്കിയാൽ മതി. എന്നാൽ അതങ്ങനെ ചില്ലി ആയിക്കോളും. അങ്ങനെ മതി. ഇനി പൊരിച്ചിട്ട് കഷ്ണം വെട്ടിയെടുക്കുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കുറച്ചും കൂടി പണിയെടുക്കണ്ടേ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ചില്ലി ആക്കിയിട്ട് എടുത്ത് വെക്കുക. ചില്ലി ആക്കിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മതിയാവും. അത് പൊട്ടി ഒന്ന് അടച്ചു വെക്കുക. നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ സോയ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്നിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ ശരിക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ബാക്കിയുള്ള ചേരുവക ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പം ഉപ്പ് ചേർത്തി കൊടുക്കുക. ഇതിൽ കൂടുതൽ ഉപ്പിടരുത്. 1/4 ടീസ്പൂണാണ് ഉപ്പിട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ല എങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുകയാണ്. ഇനി ഞാൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് 2 എണ്ണം, വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. 1 പച്ചമുളക് അരിഞ്ഞത്, മല്ലിച്ചപ്പ്, പച്ചമുളക് അരിഞ്ഞതൊക്കെ 2-3 ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇവിടെ എൻ്റെ മക്കൾക്ക് പറ്റൂല, പേരക്കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എരിവ് കുറക്കണത്. പിന്നെ ആ സവാള കൊത്തി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇനി ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും, ഒന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അവസ്ഥ അതാണ്.
അപ്പോൾ ഇതിലേക്ക് ഇനി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാണ്ട് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് സോയ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് വേണം ശരിക്കും സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സോയാബീൻ ഉണ്ടെങ്കിൽ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, അത് ടേസ്റ്റ് കുറയും. സോയാബീൻ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെച്ചു. അപ്പം ഇനി ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കുക. സേമിയ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയാവും. ആ വറുത്ത് വെച്ച സേമിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം വേഗം പെട്ടെന്നൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഒന്ന് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. സേമിയക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ്, 1 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലയിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചെറിയ വണ്ണമില്ലാത്ത സേമിയാണ്, അതുകൊണ്ട് ആ വെള്ളം ഇതിലേക്ക് പാകമാണ്. ഇനി കുറച്ച് വണ്ണമൊക്കെ ഉള്ള സേമിയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടി വേവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തിളച്ച വെള്ളം അടുത്തുണ്ടായാൽ മതി. വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏതായാലും ഇത് ഞാനൊരു 3 മിനിറ്റ് 4 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ്. ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ്, മിൽമ നെയ്യ് തന്നെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ ആ മല്ലിച്ചപ്പ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഇനി മുട്ട ചില്ലിയാക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ശരിക്കും അതേപോലെ കുറച്ച് സമയം അടച്ചവിടെ വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തെ അവസ്ഥയാണത്. ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. സേമിയൊക്കെ വേറിട്ട് കിടക്കുന്നുണ്ട്. നല്ലോണം തണുത്താൽ ശരിക്കും വേറിട്ട് കിടക്കും, ഒട്ടുമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതേപോലെ വെള്ളം വെച്ചാൽ പാകത്തെ വെള്ളമായി ഈ സേമിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്, പേരക്കുട്ടികൾ, ഇവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കട്ടെ. നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.